ഇവിടെ നിന്ന് പശുവിനൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് വല്ല ട്രാൻസ്പോർട്ടിങ് പ്രശ്നങ്ങളൊക്കെ വരുമോ? അതെ, വണ്ടിയുണ്ട് ഇവിടെ. ട്രാൻസ്പോർട്ടിങ് ചാർജ് ഒന്നുമില്ല. ഇല്ല, അതൊന്നുമില്ല. ട്രാൻസ്പോർട്ട്. അപ്പൊ ഇത്രയും ചൂടിൽ നിൽക്കുന്ന, പാലക്കാടിന്റെ ചൂടിൽ നിൽക്കുന്ന പശുക്കളെ കേരളത്തിന്റെ ഏത് ഭാഗത്ത് വാങ്ങിച്ചോണ്ട് പോയാലും പ്രശ്നമില്ല അല്ലേ? അതെ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ. എവിടെ വേണമെങ്കിലും ചൂട് താങ്ങിക്കൊള്ളൂ അത്. അതെ. അപ്പൊ പൊതുവില് HF ചൂട് താങ്ങൂല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിപ്പോ നല്ല ചൂടിൽ നിൽക്കുന്ന പശുക്കളാണ്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പാടത്തോ പറമ്പിലോ എവിടെ വേണോ മേയുന്ന നല്ല അടിപൊളി പശുക്കളാണല്ല, ഹെവി പശുക്കളാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലത്തുള്ള മുരുകൻ ചേട്ടൻ്റെ ഫാമിലാണ്. ഇപ്പം നല്ല അടിപൊളി പശുക്കളെയൊക്കെ ഇറക്കിയിട്ട് കച്ചവടം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട് പാലക്കാട് ചിറ്റൂർ തത്തമംഗലത്താണ് വീട്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എപ്പോഴും 10 പശുക്കൾ റെഡിയിലുണ്ടാവും. എപ്പോഴും ഉണ്ടാവും 2 പെറ്റ പശുക്കൾ. പെറ്റ പശു ഉണ്ടാവും, ചെനയും ഉണ്ടാവും. ഏത് ഇഷ്ടപ്പെടുന്ന പശു നിങ്ങൾക്ക് കൊണ്ടുപോവുക. പശുവില്ല പറഞ്ഞ് തിരിഞ്ഞു പോകണ്ട. കാരണം എന്താ കേട്ടാൽ 1000 വീഡിയോ കോൾ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ന്യായമായിട്ട് ഞാൻ തരാം പശു. എൻ്റെ പശു പറ്റിയില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പശു തരാം. HF 27 ലിറ്റർ പാല് കഴിക്കും. പ്യൂർ HF ആണോ? പ്യൂർ HF 27 ലിറ്റർ പാല് കഴിക്കും. 27 ലിറ്റർ പാല് കിട്ടുമോ? ചിന്താമണി ബ്രീഡ്. ചിന്താമണി അല്ലേ? ചിന്താമണി പശുവാണ്. നല്ല മോഴ, ഒറിജിനൽ മോഴ. ഇത് എത്ര ദിവസത്തിനാണ് പ്രസവിക്കും കേട്ടാ? ഇതൊരു 10 ദിവസം പിടിക്കും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന നല്ല അടിപൊളി ഒരു HF ബ്രീഡ് ചിന്താമണി പശുവാണ്. മോഴ പശുവാണ്, കരിച്ചതല്ല. ഒറിജിനൽ മോഴ തന്നെ അറിയാം, അതില് കൊമ്പ് കരിച്ചതിന്റെ അടയാളമൊന്നുമില്ല. ഒറിജിനൽ മോഴ പശു. ഇത് നമുക്ക് എന്ത് പാല് പ്രതീക്ഷ? 27 അല്ലേ? 27 ലിറ്റർ രണ്ട് നേരം കൂടെ 27 ലിറ്റർ പാല് കിട്ടുന്ന അടിപൊളി ഒരു പശു. മടിയൊക്കെ സെറ്റായി നിൽക്കുകയാണ്. ഇത് എത്ര ദിവസത്തിനാണ് പ്രസവിക്കും? ഇതൊരു 10 ദിവസം പിടിക്കും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന അടിപൊളി ഒരു HF പശു. ചേട്ടാ, ഇതിന് ഏകദേശം എന്ത് വിലക്കാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത്? ഇതൊരു 1.10 പറയും. നേരിട്ട് വരുമ്പോൾ 1 രൂപയ്ക്ക് കൊടുക്കും. 1.10 ചോദിക്കുന്നെങ്കിലും 1 രൂപയ്ക്ക് അതിട്ട് കൊടുക്കും അല്ലേ? ഓക്കെ. വീണ്ടും ഒരു അടിപൊളി ഹെവി ആണല്ലേ ഇത്? ചേട്ടൻ നമുക്ക് അതിന്റെ ഹൈറ്റ് ഒന്ന് നോക്കാം. എന്റെ ഹൈറ്റ് ഉണ്ട്. ചേട്ടനെ ഞാനിപ്പുറത്ത് നിന്നിട്ട് ചേട്ടനെ കാണാനില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി ഹെവി പശുവാണ്. ഇത് HF ക്രോസ് ആണോ പ്യൂർ HF ആണോ? HF ക്രോസ് ആണ്, കൊമ്പുള്ള പശുവാണ്. ഇതിനെന്ത് പാല് കിട്ടും ചേട്ടാ? ഇതൊരു 25 കഴിക്കും. 25 ലിറ്റർ. 25, 22 2 നേരം, കാലത്തും വൈകിട്ടും. ഓക്കെ. 25-നും 22-നും 25-നും ഇടയ്ക്ക് പാല്. അപ്പൊ ഇത് എത്ര ദിവസത്തിനുള്ളിൽ പ്രസവിക്കും? അതും 10 ദിവസം പിടിക്കും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും അല്ലേ? മടിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി പശുവാണ്. കയ്യിലും കറക്കാം, മെഷീനിലും കറക്കാം. ഓക്കെ. ചെനപ്പശു. ചിന്താമണി. ഇതിനെന്ത് പാല് കിട്ടും ചേട്ടാ? പാല് ഒരു 25-30 ഉള്ളിൽ കിടക്കും. 25-30 കിട്ടും. 30 ഉള്ളിൽ കിടക്കും. ഓക്കെ. ഏകദേശം എന്ത് വില ചോദിക്കുന്നോ? വില ന്യായമായിട്ട് നേരിട്ട് വരുമ്പോൾ കൊടുക്കണം. ഓക്കെ. ഇപ്പൊ ഇന്നത്തെ ക്ഷീര കർഷകർക്ക് എല്ലാവർക്കും ഇന്നത്തെ പശുക്കളുടെ വില അറിയാം. അതെ, പറഞ്ഞൊന്നും കൊടുക്കണ്ട, എല്ലാവർക്കും വില അറിയാം. ഇതിപ്പോ എത്ര ദിവസം? 10 ദിവസം തന്നെയാണോ? 10 ദിവസം പിടിക്കും. 10 ദിവസം പിടിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ട 3 പശുക്കളും 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പശുക്കളാണ്. അതെ. അതുപോലെ ഒരു ഹെവി പശുവാണ് അടുത്തത്. ഇത് കൊമ്പുള്ളത് നല്ല സുന്ദരി പശുവാണ്. ആർക്ക് വേണമെങ്കിലും കറക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിൽ കറക്കാം. ചവിട്ടും തൊഴിയൊന്നുമില്ല. വീട്ടമ്മമാർക്കോ പെണ്ണുമ്പിള്ളകൾക്കോ ആർക്ക് വേണമെങ്കിൽ കറക്കാം. ഓക്കെ. ഇത് 22 കഴിക്കും. 22, 20. ഓക്കെ. 20-നും 22-നും ഇടയ്ക്ക് പാല് കിട്ടും. അതെ. കന്നിപ്പേരിൽ 20 കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 ലിറ്റർ കൂടും. ഇതിപ്പോ എത്രാമത്തെയാണ്? സെക്കൻഡ് ആണ്. ഇത് സെക്കൻഡ് ആണ്. നമ്മൾ ഈ ഒരു പശു എത്രാമത്തെയാണ്? അത് സെക്കൻഡ്. ഇത് സെക്കൻഡ് ആണ്. ഓക്കെ. ഇത് സിന്ധി ബീറ്റ്. നല്ല കൊഴുപ്പ് കടിക്കും പാല്. സിന്ധി ബീറ്റ്
നല്ല കൊഴുപ്പ് കടിക്കും പാല്. നമ്മളെ 10 ദിവസം പഠിക്കും പ്രസവിക്കാം. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും അല്ലേ? അതെ, നല്ല ആരോഗ്യമുള്ള പശുവാണ്. ഇത് മോഴ പശു, കൊമ്പ് കരിച്ചതാണ്. പശു കൊമ്പ് കരിച്ചതാണ് അല്ലേ? ആ, കൊമ്പ് കരിച്ചതാണ്. ശരി. ചെനയാണോ? ആ, ചെനയാണ്. എത്രാമത്തേത്? ഇത് രണ്ടാമത്തെ ഡെലിവറി, 10 ദിവസം പിടിക്കും. ഓക്കെ, സെക്കൻഡ് ലാക്ടേഷൻ, 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പശു. ഇത് എത്ര പാല് കിട്ടും ചേട്ടാ? ഇതൊരു 15-16 പ്രതീക്ഷ. 15-16 പ്രതീക്ഷിക്കുന്നു. അതെ ചേട്ടാ, ഈ പശുവിന് എത്ര പാല് കിട്ടും ചേട്ടാ? അതൊരു 18 കഴിക്കും. 18. ചെനയല്ലേ? എത്ര തേടാണോ? സെക്കൻഡോ? സെക്കൻഡ് ലാക്ടേഷൻ. പ്രസവിക്കുന്നത് 3-ാം പേര്. ഓക്കെ, ഇനി പ്രസവിക്കുമ്പോൾ മൂന്നാമത്തത്. അതുപോലെ വേറൊരു ജേഴ്സി. ഇത് ചെന തന്നെയല്ലേ അല്ലേ? എത്ര ദിവസം അതിനുള്ളിൽ പ്രസവിക്കും? അത് ഒരു 4 ദിവസം. 4 ദിവസം അല്ലേ? ഇതൊരു 25-27 ലിറ്റർ പാല് കിട്ടും. 25-നും 27-നും ഇടയ്ക്ക് പാല് കിട്ടുന്നത് HF ക്രോസ് ആണോ? HF ക്രോസ് നല്ല അടിപൊളി ഒരു ഹെവി പശുവാണ്. നല്ല മടിയൊക്കെ ആയിട്ടുണ്ട്. ചെനയാണ്, ചെന പശുവാണ്. ഇന്നോ നാളെ ആവും. 2-3 ദിവസത്തിനകം പ്രസവിക്കുന്ന അടിപൊളി ഒരു പശു. അവിടെ കെട്ടാൻ സ്ഥലമില്ലാണ്ട് ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കണൊക്കെ വീട്ടില്. അവിടെ കെട്ടാൻ സ്ഥലം ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കണ അടിപൊളി ജേഴ്സി പശു. ഒരു 18 ലിറ്റർ പാല് കടിക്കുന്നത്. പ്രസവിച്ചതാണോ? ആ, പ്രസവിച്ചത്. ഓക്കെ. ഇതൊക്കെ ഒരു 60 രൂപ കൊടുക്കും ഞാൻ. 60 കിട്ടിയാ കൊടുക്കും? 65 പറയും, നേരിട്ട് വരുമ്പോ 60 കൊടുക്കും. ഓക്കെ, കൊള്ളാം. നല്ല അടിപൊളി പശുവാണ്. അടിപൊളി ജേഴ്സി. ഇതാ HF ക്രോസ്, 10 ദിവസം പിടിക്കും. ചെന 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന HF ക്രോസ്. ഇതൊരു 65 രൂപയ്ക്ക് ഇതും കൊടുക്കും. 65 കൊടുക്കും അല്ലേ? വില പറഞ്ഞ 75 പറയും, നേരിട്ട് വരുമ്പോ 65 കൊടുക്കും. 3-ാം പേര് പയ്യെ. 15 ലിറ്റർ പാലുണ്ട് 2 നേരം. ചെറിയ പശുവാണല്ലോ. ചെറിയ പശുവാണ്. ഇതൊരു 55 രൂപയ്ക്ക് കൊടുക്കും. 55-നാണെങ്കിൽ കൊടുക്കും അല്ലേ? ലേശം കൊമ്പ് മേയാൻ പെടുപ്പ് പോയി, അതിൻ്റെ ഇതാണ്. ഒരു കൊമ്പിന് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതുപോലെ കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു പശുവാണ്. കുട്ടിയില്ലെങ്കിലും ഇണ്ടാടെ കറക്കത്. ഇവിടെ നിന്ന് പശുവിനെ ഒക്കെ വാങ്ങുമ്പോൾ എങ്ങനെയാണ്? വല്ല ട്രാൻസ്പോർട്ടിങ് പ്രശ്നങ്ങളൊക്കെ വരുമോ? വണ്ടിന്റെ ഇവിടെ ട്രാൻസ്പോർട്ടിങ് ചാർജ് ഒന്നുമില്ല. അതൊന്നുമില്ല. ട്രാൻസ്പോർട്ട് ചാർജ് പറഞ്ഞാൽ വണ്ടി വാടക നിങ്ങൾ കൊടുക്കണം. വണ്ടിയിൽ നിന്ന് ഇവിടുന്ന് കയറ്റി അറേഞ്ച് ചെയ്ത് എല്ലാം അവിടെ പോയിട്ട് വാടക കൊടുത്താൽ മതി. വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും നിങ്ങൾ? വണ്ടി അറേഞ്ച് ചെയ്ത് വണ്ടിയിൽ കയറ്റിയും വിടും. ഓക്കെ. സ്കീമിലൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ? സ്കീമിൽ എടുക്കുന്നവർക്കും പശുക്കൾ കണ്ടമാനം ഉണ്ട് എൻ്റെ അടുത്ത്. സ്കീമിന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് തരാം. ചെക്ക് പോസ്റ്റ് ബില്ല് വേണമെങ്കിൽ അത് തരാം. നിങ്ങൾക്ക് എങ്ങനത്തെ പശു വേണം അങ്ങനത്തെ തരാം. സ്കീമിൽ എടുക്കണം പറഞ്ഞാൽ തമിഴ്നാട് തന്നെ പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക്. സ്കീമിനെ പറഞ്ഞാൽ എടുത്തു തരാം. ഓക്കെ. ചേട്ടന്റെ വീട് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? സ്ഥലം ഒന്ന് പറയാമോ? ചിറ്റൂർ തത്തമംഗലം. അതായത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം. ഓക്കെ. ശരി.